السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 80. യാത്രക്കാരൻ്റെ നിസ്കാരത്തിൽ ചില ഇളവുകൾ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത് വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഇളവുകളാണ് ഖസ്ർ, ജംഅ് എന്നുള്ളത്. ളുഹ്ർ, അസ്ർ, ഇശാ എന്നിങ്ങനെ 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2ആക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. ളുഹ്ർ, അസ്ർ എന്നീ 2 നിസ്കാരങ്ങളെയും മഗ്രിബ്, ഇശാ എന്നീ 2 നിസ്കാരങ്ങളെയും യാത്രക്കാരൻ്റെ സൗകര്യം അനുസരിച്ച് 2 നിസ്കാരത്തിൻ്റെ സമയത്ത് 2 നിസ്കാരങ്ങളെയും ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. അഥവാ ളുഹ്റിനെയും അസ്റിനെയും ഒന്നുകിൽ ളുഹ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അസ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു. മഗ്രിബിനെയും ഇശാഇനെയും ഒന്നുകിൽ മഗ്രിബിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇശാഇൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു. ഇതിനാണ് ജംഅ് എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖസ്ർ എന്നത് ഒരു ആനുകൂല്യവും ജംഅ് എന്നത് വേറെ ഒരു ആനുകൂല്യവുമാണ്. അല്ലാതെ ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചതുപോലെ ഖസ്ർ, ജംഅ് രണ്ടും കൂടെ ഒരു ആനുകൂല്യം ആണ് എന്ന ധാരണ ശരിയല്ല. അതായത് ചിലരെങ്കിലും മനസ്സിലാക്കി വെച്ചത് യാത്രയിൽ ജംആക്കണമെങ്കിൽ ഖസ്റാക്കണം, ഖസ്റാക്കണമെങ്കിൽ ജംആക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഖസ്റും ജംഉം ഒരുമിച്ച് എടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ ഇളവ് എടുക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചു വെച്ചവരുണ്ട്. ചിലരെങ്കിലും അങ്ങനെ ധരിച്ചു വെച്ചത് പങ്കുവെക്കാറുണ്ട്. ചിലർ സംശയം ഉന്നയിക്കാറും ഉണ്ട്. യഥാർത്ഥത്തിൽ രണ്ടും 2 റുഖ്സകളാണ്. ഖസ്റാക്കുന്നവൻ ജംആക്കിയാലേ ഖസ്റാക്കാൻ പറ്റൂ എന്നില്ല, ഖസ്റാക്കിയാലേ ജംആക്കാൻ പറ്റൂ എന്നും ഇല്ല. ളുഹ്റും അസ്റും രണ്ടും ളുഹ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു, അഥവാ അസ്റിനെ ളുഹ്റിലേക്ക് മുന്തിച്ച് ജംആക്കുന്നു. പക്ഷേ ളുഹ്റും അസ്റും ഒക്കെ 4 റക്അത്ത് വീതം നിസ്കരിക്കുന്നു. ഇതിന് കുഴപ്പമില്ല. അഥവാ ജംഅ് എന്ന ആനുകൂല്യം എടുക്കുന്നു, ഖസ്ർ എന്ന ആനുകൂല്യം തൽക്കാലം എടുക്കുന്നില്ല എന്ന് മാത്രം. ജംഅ് എടുത്തത് കൊണ്ട് ഖസ്റും എടുക്കണമെന്നില്ല, ഖസ്ർ എടുത്തില്ല എന്നതുകൊണ്ട് ജംഅ് എടുത്തതിന് തെറ്റുമില്ല. ചുരുക്കത്തിൽ ഖസ്ർ എന്നത് ഒരു ആനുകൂല്യമാണ്, ജംഅ് എന്നത് വേറെ ഒരു ആനുകൂല്യമാണ്. രണ്ടും ഒരുമിച്ചേ എടുക്കാവൂ എന്നില്ല. ഒന്നെടുത്താൽ മറ്റേതും എടുക്കണമെന്നില്ല. ഒന്ന് എടുത്തില്ലെങ്കിൽ മറ്റേത് എടുക്കാൻ പാടില്ല എന്നും ഇല്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണകൾ നീക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.